വെടിനിർത്തൽ കരാറിന്റെ നഗ്നലംഘനമെന്നോണം ഹമാസ് ഇന്നലെ കൈമാറിയ മൃതദേഹം ഷിരി ബിബാസിന്റേതല്ലെന്ന് ഇസ്രായേൽ ഫോറൻസിക് അധികൃതർ കണ്ടെത്തിയ സംഭവത്തെ ഹമാസിന്റെ വിവരിക്കാനാകാത്ത ക്രൂരതയെന്ന് വിശേഷിപ്പിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസ് രാക്ഷസന്മാരുടെ ക്രൂരതയ്ക്ക് അതിരുകളില്ല എന്ന് നെതന്യാഹു രോഷാകുലനായി വീഡിയോ പ്രസ്താവനയിൽ പറഞ്ഞു. ബിബാസ് കുടുംബനാഥനായ യാർഡൻ ബിബാസിനെയും അമ്മ ഷിറിയെയും അവരുടെ 2 ചെറിയ കുഞ്ഞുങ്ങളെയും ഹമാസ് തട്ടിക്കൊണ്ടുപോയി എന്ന് മാത്രമല്ല, പറഞ്ഞറിയിക്കാനാകാത്ത വിധം നികൃഷ്ടമായ രീതിയിൽ അവർ ഷിറിയെ അവളുടെ മാലാഖ കുഞ്ഞുങ്ങൾക്കൊപ്പം തിരിച്ചയക്കാതിരിക്കുകയും ഷിറി എന്ന പേരിൽ പകരം ഒരു ഗാസൻ സ്ത്രീയുടെ മൃതദേഹം ശവപ്പെട്ടിയിൽ വെക്കുകയും ചെയ്തു. ജീവിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ ബന്ധുക്കളുമൊത്ത് ഷിറിയെ തിരികെ കൊണ്ടുവരാൻ ഇസ്രായേൽ ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുമെന്നും കരാറിന്റെ ക്രൂരവും ഹീനവുമായ ഈ ലംഘനത്തിന് ഹമാസ് മുഴുവൻ വില നൽകേണ്ടി വരുമെന്നും നെതന്യാഹു പ്രതിജ്ഞ ചെയ്തു. ഒഡെഡ് ലിഫ്ഷിറ്റ്സ്, ഏരിയൽ ബിബാസ്, ഫീർ ബിബാസ് എന്നിവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതായി സ്ഥിരീകരിച്ച പ്രധാനമന്ത്രി, യുദ്ധത്തിന്റെ ആദ്യ ആഴ്ചകളിൽ തന്നെ അവർ 3 പേരും ഹമാസിന്റെ പിടിയിൽ ക്രൂരമായി കൊല്ലപ്പെട്ടതായും വ്യക്തമാക്കി. അവരുടെ രക്തത്തിന് ഇസ്രായേൽ പ്രതികാരം ചെയ്യുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.